ഹായ് 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 എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ പാഠത്തിലെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പഠിച്ചു തീർക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ പാഠത്തിലെ 8 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചോദ്യം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചോദ്യം പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഡ്രോ ദ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതാണ് നമുക്ക് ചെയ്യണം. നമുക്കൊരു ചിത്രം വരയ്ക്കണം. എന്താ വരയ്ക്കേണ്ടത്? ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം വരയ്ക്കണം. ആ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണ്? 7ഉം 11ഉം ആയിരിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ കൊടുത്തിരിക്കുന്നതിന്റെ ഉത്തരങ്ങളൊന്ന് പറയാൻ ശ്രമിച്ച മക്കളെ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 - 1 വരും. ഉത്തരം 3 കിട്ടും. അടുത്ത 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 - 2ന്റെ സ്ക്വയർ 4. ഉത്തരം എത്ര കിട്ടും? 5. അത് കണക്ക് 16 - 9 സംഭവിക്കും. ഉത്തരം 7. അത് കണക്ക് എത്ര വരും? 36 - 25 വരും. ഉത്തരം എന്ന് പറഞ്ഞാൽ 11. ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം കിട്ടിയ ഉത്തരങ്ങൾ ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം എന്ത് നമ്പറാണ് മക്കളെ? ഒറ്റ സംഖ്യയാണ്. എന്ത് സംഖ്യയാണ് ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം? ഒറ്റ സംഖ്യ. ഓഡ് നമ്പേഴ്സ് ആണ് ഈ കിട്ടിയത് എന്ന് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ടേംസുകൾ എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഇൻ 8 ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് എന്തിനെ എഴുതാൻ പറ്റും? ഓഡ് നമ്പേഴ്സിനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ളതും അതോടൊപ്പം 11 സെൻറ്റിമീറ്റർ സ്ക്വയറുമുള്ള സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാം. ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചൊരു നിയമമാണ് പൈഥാഗോറസ് തിയറം. ഈ പൈഥാഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയറുകൾ കൂട്ടിയാൽ മതി. തിരിച്ചു മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഈ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്ന സൈഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയായിരിക്കുമോ? അല്ല. ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നീളം കൂടിയ സൈഡ് കണ്ടുപിടിക്കാൻ കൂട്ടുകയാണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സമവാക്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നീളം കൂടിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്നും എന്ത് കുറയ്ക്കണം? ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട്. ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കർണം സ്ക്വയറും പാദം സ്ക്വയറും കൂടെ കുറയ്ക്കും. മക്കളെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു 90 ഡിഗ്രി ത്രികോണമാണ് അല്ലെങ്കിൽ മട്ടത്രികോണത്തിൻ്റെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് AC-യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. AC-യുടെ സ്ക്വയറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം മക്കളെ? സിമ്പിൾ കണ്ടല്ലോ, കുറയ്ക്കണം. ഈ ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷൻ. എന്താണ്? കുറയ്ക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര കിട്ടും? AC-യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 9 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ AC എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ √7 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ സൈഡ് എത്ര കിട്ടി മക്കളെ? √7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സൈഡ് എത്ര? √7. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നു മക്കളെ, ആ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ നിർമ്മിച്ചു. ഏത് സൈഡ് ഉപയോഗിച്ചുകൊണ്ട്? ഈ സൈഡ് എത്ര സെൻറ്റിമീറ്റർ ആണ്? √7 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പിന്നെയും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കൂലേ? ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്തോ? √7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ആദ്യമേ എന്ത് വരയ്ക്കണം? ഇതുപോലെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കണം. ആ 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിൽ എടുക്കണം? കണ്ടോ, ഈ 7 കിട്ടുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വശങ്ങൾ എടുത്തു. 4ഉം 3ഉം. അങ്ങനെ ഈ നീളം കൂടിയ സൈഡ് 4 എടുത്തു, മറ്റേ സൈഡ് 3 എടുത്തു. അപ്പോൾ എനിക്കറിയാം 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറച്ച് കിട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 7, അല്ലെങ്കിൽ അത് √7 ആയിട്ട് മാറുമെന്നറിയാം. അങ്ങനെ ഒരു സൈഡ് √7 ആണെങ്കിൽ ആ സ്ക്വയർ എല്ലാ സൈഡ് √7 ആകുമ്പോൾ അതിൻ്റെ ഏരിയ എത്ര ആയിട്ട് വരും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും.
ഇനി ഈ പടം എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിക്കുന്നവരോട് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ഈ പടം എങ്ങനെ വരയ്ക്കും? നമുക്ക് വരയ്ക്കാനാണല്ലോ ചോദ്യം. എന്ത് ചോദ്യം? ഡ്രോ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാനാണ് ചോദ്യം. അങ്ങനെയാണ് ഈ മക്കളെ ആദ്യമേ ഒരു വര വരയ്ക്കണം. ഒരു വര വരച്ചു. എന്നിട്ട് ഇതാ 90 ഡിഗ്രിക്ക് മറ്റൊരു വരയും വരച്ചിടുക. കണ്ടല്ലേ, ഇതിൻ്റെ ഇടയിലുള്ളത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അപ്പോൾ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടു. സെറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കണം, നമുക്ക് എത്രയാണ് ചരിഞ്ഞ ദൂരം? നമുക്ക് ഇതിൽ വരയ്ക്കണ്ടേ എന്ന് പറയുമ്പോൾ താഴത്തെ സൈഡ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാ 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ഡോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. സംശയമൊന്നുമില്ലല്ലോ. നമ്മളിതാ ഈ ട്രയാങ്കിളാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യമേ എല്ല് വരച്ചിട്ടു. സെറ്റാണ്. എന്നിട്ട് ഇതാ നമുക്ക് താഴെ 3 വേണം എന്നറിയാം. അതോടൊപ്പം ഈ ചരിഞ്ഞ സൈഡ് എത്ര വരണം മക്കളെ? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കണം. ദാണ്ട് ഇവിടെ കുത്തിക്കൊണ്ട് ആ കോമ്പസിൻ്റെ ആർക്ക് ഇവിടെ കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എത്രയാണ് കോമ്പസിൽ എടുക്കേണ്ടത്? കോമ്പസിൽ എടുക്കേണ്ട സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. എവിടെ കുത്തണം എന്ന് ചോദിച്ചാൽ ഇവിടെ കുത്തണം. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് പോലെ മുറിക്കണം. എന്ന് വെച്ചാൽ 4 സെന്റിമീറ്റർ ചരിച്ച് മുറിക്കുന്ന കണക്ക് മുറിക്കണം. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ മുറിക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് ഈ ദൂരം എന്ന് പറഞ്ഞാൽ കോമ്പസിൽ എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് വര വരച്ചിടാം? എന്താണ്ട് ആ ആർക്ക് കിട്ടിയതോടൊപ്പം എന്താണ്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു വര വരച്ചിടാം. നമ്മുടെ എന്ത് റെഡിയായി? നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. ഇതാ റെഡിയായി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതാണ്ട് ഈ ദൂരം അപ്പോൾ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ √7 ആയിരിക്കും കേട്ടോ. എത്രയും വരച്ച് കഴിയുമ്പോൾ തന്നെ ഈ ദൂരം എത്രയായി? √7 സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴത്തെ സൈഡ് ഇങ്ങനെ നീട്ടി വരയ്ക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് കോമ്പസിൽ ഈ ദൂരം എടുക്കണം. ഈ കോമ്പസിൽ ഇതേ ദൂരം എവിടെ മാർക്ക് ചെയ്യണം? ഈ താഴെ മാർക്ക് ചെയ്യണം. ഓക്കെയാണ്. കോമ്പസിൽ ആ ദൂരം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതും എത്ര തന്നെ കിട്ടും? √7. ഓക്കെയാണ്, √7. ഇനി കോമ്പസിൽ വെച്ചുകൊണ്ട് ഇവിടെ കുത്തിക്കൊണ്ട്, എവിടെ കുത്തിക്കൊണ്ടാണ്? ഇനി കോമ്പസ് ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എക്സ് പോയിന്റ് കിട്ടും. എന്ന് വെച്ചാൽ √7ൻ്റെ ദൂരങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റും ഇതും കൂടെ ചേർക്കുക, ഇതും കൂടെ ചേർക്കുക. അപ്പം നമ്മുടെ എന്ത് റെഡിയാവും? നമ്മുടെ സ്ക്വയർ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് കിട്ടും. ഇതാണ് എത്ര സെൻറ്റിമീറ്ററിൻ്റെ? 7 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ എന്ത് സ്ക്വയർ റെഡിയായി. ഓക്കെയാണ്, സെറ്റാണ്. വരച്ചു നോക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു സെറ്റപ്പിൽ വരച്ച് കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ട്രയാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറ, PR-ന്റെ നീളമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം PR-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ മറ്റു 2 സൈഡും കൂടെ കുറയ്ക്കും. നീളം കൂടിയ സൈഡായ 6ന്റെ സ്ക്വയറിൽ നിന്ന് എത്ര കുറയ്ക്കണം? 5ന്റെ സ്ക്വയർ കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ 36ൽ നിന്ന് 25 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 11. എന്ന് പറയുമ്പോൾ ആരാ? PR-ന്റെ സ്ക്വയർ ആണ് 11. എന്ന് പറയുമ്പോൾ PR എത്ര കിട്ടുമെന്ന് വെച്ചാൽ √11. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി? √11. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി? √11. എന്ന് പറയുമ്പോൾ ഈ നീളം എത്ര? √11. അങ്ങനെയാണെങ്കിൽ ഈ നീളം വെച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ക്വയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് എത്ര തന്നെ? √11. എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരും? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം എന്താണ്? ഡ്രോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ആദ്യമേ നമുക്ക് ഈ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. √11 വേണ്ടിയുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു എൽ ഷേപ്പ് വരച്ചിടണം. സെറ്റാണ്, ഒരു സംശയമില്ല. ഒരു എല്ല് വരയ്ക്കുക. എന്തിനു കിട്ടി? ഇതാണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഇവിടെ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതിന് വേണ്ടി എൽ ഷേപ്പ് വരച്ചിട്ടു. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. സെറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് എത്രയാണ് ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ താഴത്തെ സൈഡ് 5. അപ്പോൾ ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ. എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഞാനൊരു കുത്തിട്ടു. എത്രയാണ് ഇത്? 5 സെൻറ്റിമീറ്റർ. സംശയമൊന്നുമില്ല, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനി നമ്മളിവിടെ തന്നിരിക്കുന്ന അളവ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് ഈ ചരിഞ്ഞ പ്രദേശമാണ് 6. അപ്പോൾ അത് കോമ്പസിൽ എടുക്കണം. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ എന്തിലെടുക്കണം? കോമ്പസിൽ. എവിടെ മാർക്ക് ചെയ്യണം? ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് ആ കോമ്പസിലെ 6 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 2 സൈഡും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. നമ്മുടെ എന്ത് റെഡിയായി? ഇവിടെ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടി? 6 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് 6ഉം ഇത് 5ഉം കറക്റ്റ് ആണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും? √11. അപ്പോൾ ഇതെത്ര കിട്ടി? √11. സെറ്റാണ്. ഇനി യാതൊരു ഡൗട്ടും വേണ്ട. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെയാണ്, നീട്ടി അങ്ങ് വരച്ചാൽ മതി. ഇനി ഈ √11 നമുക്ക് എടുക്കേണ്ടത്. ഈ √11 എടുത്ത് എവിടെ വരയ്ക്കണം? ഇവിടെ മാർക്ക് ചെയ്യണം. കോമ്പസിൽ √11 പെരുപ്പൂലേ, അത് ഉപയോഗിച്ചാൽ ഇവിടെ മാർക്ക് ചെയ്തൂടെ? എന്ന് പറയുമ്പോൾ എവിടെ പോയിന്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √11 ഇത്. ഈ √11 എന്ത് ചെയ്യുക? കോമ്പസിലെടുത്ത് താഴെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ √11 റെഡിയായേ. ഇനി ഈ √11 കളയാതെ ഇവിടെ കുത്തിക്കൊണ്ട് ഈ ഒരു ആർക്ക്, ഈ √11 ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആർക്ക് ചെയ്യുക. എന്ന് പറയുമ്പോൾ നിങ്ങൾ കോമ്പസിലാണ് അത് ചെയ്യേണ്ട. കോമ്പസിൽ ഇതുപോലെ ആർക്ക്
കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് വരച്ച് ഈ ഒരു റാ കിട്ടും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ക്വയർ റെഡി ആവും. നിങ്ങൾ തന്നെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. ഞാനത് വരയ്ക്കുന്നതിന് വേണ്ടി ഇതാണ്ട് ഇതുപോലെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലൊരു പോയിന്റ് കിട്ടും. ഈ സ്ക്വയറിൻ്റെ ഈ സൈഡ് എത്ര തന്നെയായിരിക്കും റൂട്ട് 11 എന്ന് പറയുമ്പോൾ അത് റൂട്ട് 11 ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്വാഭാവികമായും വരും. എന്തുകൊണ്ടാണ്? റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 എത്രയായിരിക്കും? വെറും 11 കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഈ ചോദ്യം ചെയ്യേണ്ടത് സെറ്റാണ്. എനിക്ക് പറ്റുന്ന പരിമിതികളിൽ നിന്നാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ഈ സ്ക്വയറിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡിൻ്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് പേര് കൊടുക്കുന്നു ABC എന്ന് ഞാൻ പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, BC സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നീളം കൂടിയ സൈഡ് ഇതാ. അപ്പൊ എന്താ പരിപാടി? ഈ സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സൈഡ് കണ്ടുപിടിക്കാൻ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ BC സ്ക്വയർ കണ്ടുപിടിക്കാൻ 3.5ന്റെ സ്ക്വയറിൽ നിന്നും 1.5ന്റെ സ്ക്വയർ കുറയ്ക്കണം. സംശയമൊന്നുമില്ല. നമ്മളിവിടെ പഠിച്ച ഇക്വേഷനെ ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ബാക്കി എന്ത് കണ്ടുപിടിക്കാനും കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കാൻ ഈ സൈഡും കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ഇവിടെ ഇനി സംശയം വരുന്നത് 3.5ന്റെ സ്ക്വയർ എത്ര എന്ന് പറയുമ്പോൾ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായി പറഞ്ഞു തരാം. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് മക്കളെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക. ആദ്യമേ 5ന്റെ സ്ക്വയർ എത്ര? 25. സെറ്റാണ്. ഇതാണ്ട് ഞാൻ എളുപ്പവഴിയാണ് പറഞ്ഞത്. 5ന്റെ സ്ക്വയർ എത്ര? 25. എന്നിട്ട് ഈ 3നെ അതിൻ്റെ അടുത്ത സംഖ്യയായ 4മായി ഗുണിക്കുക. 4 × 3 എത്ര? 12. അപ്പോൾ ആൻസർ ഈസ് 12, 25. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലായി. ഇവിടെ 3.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3.5 × 3.5 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ്, ഇവിടെ ഒരു ഡെസിമൽ എന്ന് പറയുമ്പോൾ ഉത്തരത്തിൽ എത്ര ഡെസിമൽ പോയിന്റ് വേണം? 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 12.25. അപ്പോൾ ഈ ചോദിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പോയിന്റ് വരാനുള്ള കാരണം എന്താ? ഇത് സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എത്ര പോയിന്റ് വരും? 2 പോയിന്റ്. അതുകൊണ്ട് ഇവിടെ പോയിന്റ്. സെറ്റാണ്. ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ. ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. പക്ഷേ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എവിടെ വരും? 2 സംഖ്യ കഴിഞ്ഞ് പോയിന്റ് വരും. അതാണ് അടുത്ത ചോദിക്കും. നിങ്ങൾ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ സാർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയണം 5ന്റെ സ്ക്വയർ എത്ര മക്കളെ? 25. അത് കഴിഞ്ഞിട്ട് ഈ 1നോട് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 2 ഗുണിക്കുക. 2 × 1 2. അപ്പോൾ ആൻസർ ഈസ് 225. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ്, ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് പോയിന്റ് എങ്കിൽ ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് 2 സംഖ്യ കഴിഞ്ഞ് പോയിന്റ് വരും. ഉത്തരം ഈസ് 2.25 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. 12.25 എന്ന് കുറയ്ക്കണം. 2.25 എന്ന് പറയുമ്പോൾ ഉത്തരം 0.001 വരും. എന്ന് പറയുമ്പോൾ 10 പോയിന്റ്. കണ്ടല്ലോ ഉത്തരം കണ്ടല്ലോ? 10 പോയിന്റ് ആണ്. 10 പോയിന്റ് പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല. എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 10 എന്ന് എഴുതാം കേട്ടോ. ആൻസർ എത്ര? 10 എന്ന് പറയുമ്പോൾ BCയുടെ സ്ക്വയർ എത്ര വന്നു? 10. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, സ്ക്വയർ അപ്പുറത്തോ എന്താ? റൂട്ട് 10 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര? റൂട്ട് 10. എത്ര? റൂട്ട് 10. അങ്ങനെയാണ് ഈ സൈഡ് എത്ര? റൂട്ട് 10. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, ഏരിയ എത്രയാണ്? അങ്ങനെയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. ഏരിയ അല്ലെങ്കിൽ മലയാളം അറിയാലോ, പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്ര? റൂട്ട് 10 × റൂട്ട് 10 ചെയ്യണം എന്ന് പറയുമ്പോൾ വെറും 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരുന്നു, 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അതോടൊപ്പം ആ ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടല്ലോ, ഒരു വശത്തിന്റെ നീളമോ? ലെങ്ത് ഓഫ് ദ സൈഡ് എത്ര? റൂട്ട് 10 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ സൈഡ് എത്ര? റൂട്ട് 10 സെന്റിമീറ്റർ. സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. എന്താണ് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. ആ കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രത്തിൻ്റെയും കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു ചിത്രമുണ്ട്, ഇവിടെ 1ഉം ഇവിടെ 1ഉം. 1ഉം വന്ന മറ്റേ സൈഡ് എത്ര? നിങ്ങൾക്ക് പറഞ്ഞു തന്നേ, എന്നാലും ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എന്തുണ്ട് പ്രത്യേകത? ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ചരിഞ്ഞ സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ത്രികോണം ഞാനൊന്ന് ഇവിടെ സിമ്പിളായിട്ട് വരയ്ക്കാം. അവിടെ വരച്ചേക്കുന്ന ത്രികോണം ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വരച്ചു. അങ്ങനെയാണ് പറ മക്കളെ, ABC. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എത്ര? ഈ സൈഡാ അല്ലെങ്കിൽ ഈ പടത്തിൽ BC ആണ് കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ട് വേണം? BC. അപ്പം നിങ്ങൾക്കറിയാം BC സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ സൈഡ് എത്രയും ഈ സൈഡ് എത്ര? 1 മീറ്റർ. അത് ആ പടത്തിലുണ്ട്. ഈ സൈഡ് 1 മീറ്റർ, ഈ സൈഡ് 1 മീറ്റർ. അപ്പം ചരിഞ്ഞ സൈഡ് എത്ര വരും എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണ് നിങ്ങൾ പറ, BC സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വേണം. അറിയാമല്ലോ, ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര വരും? BC സ്ക്വയർ സമം എത്ര വരും?
1 + 1 എന്ന് വരും. BC² എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 എന്ന് വരും. BC എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? √2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ BCയുടെ ലെങ്ത് കിട്ടി √2. അപ്പോൾ ഈ സൈഡ് എത്ര എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടി √2. സെറ്റാണ്. അപ്പോൾ അതാ ഒരു സൈഡ് കിട്ടി. ഈ സൈഡ് എത്ര മക്കളെ? √2. കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ ഈ സൈഡ് √2 ഉണ്ട്, ഈ സൈഡ് 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡ് നോക്കി, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എങ്ങനെ വരും? ആ ത്രികോണം ഞാൻ മാറ്റി നേരെ അങ്ങ് വരയ്ക്കാം. പോയിന്റ് C, അതുകൊണ്ട് ഈ പോയിന്റ് C തന്നെ. ഈ പോയിന്റ് B, അതുകൊണ്ട് ഈ പോയിന്റും B തന്നെ. അതുകൊണ്ട് ഈ പോയിന്റാണ് Q എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നു ഞാൻ Q. സെറ്റാണ്. ഇനി നിങ്ങൾ പറ ഏതൊക്കെ സൈഡാണ് തന്നിരിക്കുന്നത്? അതാണ്ട് ഇത് 1 മീറ്ററാണ് നമുക്കറിയാം. ഇനി ഈ ചരിഞ്ഞ സൈഡ് എത്ര? അതാ ഈ ചരിഞ്ഞ സൈഡല്ലേ അത്? ആ 90 ഡിഗ്രിയുടെ സൈഡല്ലേ? ഇത് സൈഡ് എത്ര? √2. എത്രയാണ്? √2. അപ്പോൾ ഇവിടെ കൊടുക്കാം √2. അങ്ങനെയാണ് നിങ്ങൾ പറ CQൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CQ² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് √2ൻ്റെ സ്ക്വയർ എത്രയാണ്? √2ൻ്റെ സ്ക്വയർ എത്ര? സംശയമൊന്നും വരില്ല. √2ൻ്റെ സ്ക്വയർ മക്കളത് ആ സൈഡിലോട്ട് എഴുതാം. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2 × √2 ആണ്. √2 × 2 എന്ന് പറഞ്ഞാൽ എത്ര? വെറും 2 ആണ്. വെറും 2 ആണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ഉത്തരം പഠിച്ചു വെച്ചേക്കുക 2. അല്ലെങ്കിൽ ഈ സൈഡിൽ കിടപ്പുണ്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ CQ² എന്ന് പറയുന്നത് എത്ര കിട്ടും? 3. അങ്ങനെയാണെങ്കിൽ CQ എത്ര കിട്ടും? CQ എന്ന് പറഞ്ഞാൽ √3 മീറ്റർ ആണ്. എത്രയാണ്? √3 മീറ്റർ. അപ്പോൾ അതാ CQൻ്റെ നീളം കിട്ടി √3 മീറ്റർ കേട്ടോ. √3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നു. ഇതിന് P എന്നും ഇതിന് R എന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര? √3 മീറ്റർ. സംശയമില്ല, സ്ക്വയർ ആണ്. അടുത്ത മുകളിലത്തെ സൈഡ് എത്ര? √3 മീറ്റർ. സൈഡിലത്തെ സ്ക്വയർ എത്ര? √3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഏരിയ ഓഫ് ദ സ്ക്വയർ. പറ മക്കളെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 × √3 ചെയ്യണം. √3 × 3 എത്ര? വെറും 3 ആണ്. 3 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് പറ എത്രയാണ്? 3 മീറ്റർ സ്ക്വയർ ആണ് ഈ ചതുരത്തിൻ്റെ ഏരിയ. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ഏരിയ എത്ര? 3 മീറ്റർ സ്ക്വയർ. സെറ്റാണ്. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ഇതിനകത്തുനിന്ന് പല കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇനി അങ്ങ് വിഴുങ്ങിക്കോണം. എന്തൊക്കെയാണ് വിഴുങ്ങണ്ടേന്ന് നോക്കിക്കോണം. അങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് തറപ്പിച്ച് വെച്ചോണം. നോക്കിയോ മക്കളെ, ഈ ത്രികോണത്തിൽ ഇത് 1ഉം ഇത് 1ഉം ആണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? നോക്ക്, 1ഉം വന്നാൽ ചരിഞ്ഞ സൈഡ് എത്ര? √2. ഇതാണ്ട് ഇത് പഠിച്ചു വെച്ചോണം. 1ഉം വന്നാൽ ഈ സൈഡ് എത്രയാണ്? √2. കണ്ടല്ലോ, 1 സെന്റിമീറ്റർ വന്നാൽ ചരിഞ്ഞ സൈഡ് എത്രയായിരിക്കും? √2. പഠിച്ചേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇവിടെ 1 മീറ്റർ, ഇത് 1 മീറ്റർ. അങ്ങനെയാണ് ഈ ചരിഞ്ഞ സൈഡ് എത്ര? √2. നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ചുമ്മാ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട, സംശയമില്ല. √2 സെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സൈഡ് എത്ര? √2. നോക്കുകയാണ്, ഈ സൈഡ് എത്ര? √2. ഓക്കെയാണ്. അതാണ്ട് ഈ സൈഡ് √2ഉം ഈ സൈഡ് 1ഉം ആണെങ്കിൽ ഈ ചരിഞ്ഞ അല്ലെങ്കിൽ നീളം കൂടിയ സൈഡ് എത്ര എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ പറ ഈ സൈഡ് √2, ഈ സൈഡ് 1 ആണെങ്കിൽ ആ നീളം കൂടിയ സൈഡ് എത്ര? √3. അപ്പോൾ ഈ സൈഡ് എത്ര? √3 മീറ്റർ. കാണാൻ പഠിച്ചോ? എന്താ പ്രത്യേകത? ഇവിടെ √2ഉം ഇവിടെ 1ഉം വന്നാൽ ഈ സൈഡ് എത്ര? √3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇത് √2ഉം ഇത് 1ഉം വന്നാൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? √3. ഞാൻ എഴുതത്തില്ല, ഞാൻ എഴുതി വയ്ക്കും. √3 സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ത്രികോണം വരെയുള്ളത് കിട്ടി. ഇനി ഈ ചരിഞ്ഞ സ്ഥലം കിട്ടണം. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ആ ത്രികോണം അവസാനത്തെ ട്രയാങ്കിൾ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, അവസാനത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് മാത്രമാണ് ഈ വരച്ച് ചേർക്കാൻ പോകുന്നത്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സൈഡിലെ ഒരു സൈഡ് എത്ര? ഇതെത്ര? √3. താഴത്തെ സൈഡ് എത്ര? 1 മീറ്റർ. അപ്പോൾ ഇത് √3 മീറ്ററും നമുക്ക് ഇത് √3 മീറ്റർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് 1 മീറ്റർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡാണ് ഈ സൈഡ്. അങ്ങനെയാണെങ്കിൽ അതെത്ര? നിങ്ങൾ പറ. നമുക്ക് പേര് കൊടുക്കാം. PQR എന്ന് പേര് കൊടുത്താൽ RQ² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, √3ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ കൂട്ടണം 1ൻ്റെ സ്ക്വയർ കേട്ടോ. നീളം കൂടിയ സൈഡ് കണ്ടുപിടിക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം പറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, √3ൻ്റെ സ്ക്വയർ എത്ര? √3ൻ്റെ സ്ക്വയർ എത്ര? വെറും 3. 3 + 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ RQ² സമം എത്ര കിട്ടും? 4. അങ്ങനെയാണെങ്കിൽ RQ എത്ര കിട്ടും മക്കളെ? √4. √4 എത്ര നിങ്ങൾക്കറിയാം? RQ √4 എത്ര? 2 മീറ്റർ ആണ്. ഇവിടുത്തെ അളവ് മീറ്റർ. അതുകൊണ്ട് RQൻ്റെ നീളം എത്ര കിട്ടി? 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ നീളം 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ നീളം എന്ത് തന്നെ? 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെ?
2 മീറ്റർ, ഇതും എത്ര തന്നെ 2 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 × 2 വരും എന്ന് പറയുമ്പോൾ ഏരിയ 4 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്നതാണ് മക്കളെ അടുത്ത ചോദ്യം. ഈ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ചിത്രം അത് തന്നെയാണ്, ഈ ചിത്രം അത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായി ഈ ആദ്യത്തെ ത്രികോണം 1 ഉം 1 ഉം വന്നാൽ എത്ര? √2. √2 ഉം 1 ഉം വന്നാൽ √3. സെറ്റാണ്. അത് കണക്ക് √3 ഉം 1 ഉം വന്നാൽ ഈ സൈഡ് എത്രയാണ്? ഈ സൈഡ് എത്രയാണ്? വെറും 2. അതും കൂടെ എഴുതി വെച്ചിട്ട് നമുക്ക് ആ കണക്കിൽ വെക്കാം. ഈ സൈഡ് എത്ര? 2. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറ മക്കളെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം പറ. ഇവിടെ 1 ഉം ഇവിടെ 1 ഉം വന്നാൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? നമുക്കറിയാം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, √2. എവിടെ പഠിച്ചു എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് 1 ഉം 1 ഉം വന്നാൽ ഈ സൈഡ് എത്ര? √2. അടുത്ത പഠിക്ക്. √2 ഉം 1 ഉം വന്നാൽ ചരിഞ്ഞ സൈഡ് എത്ര? √3. അങ്ങനെയാണ് നിങ്ങൾ പറ. ഈ ചരിഞ്ഞ സൈഡ് ഈ സൈഡ് √2, ഈ സൈഡ് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? √3. ഈ സൈഡ് എത്ര? √3. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾ പറ, ഇത് √3 ഇത് 1 ഉം വന്നാൽ ഈ സൈഡ് എത്ര? നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണ്? വെറും 2. നോക്ക്, ഇത് √3 ഇത് 1 ഉം വന്നാൽ ഈ സൈഡ് എത്രയായിരിക്കും? വെറും 2. എത്രയായിരിക്കും? വെറും 2 എന്ന് പറയുമ്പോൾ ഈ സൈഡ് എത്ര? 2 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലേക്കാണ് നമ്മുടെ യാത്ര. ഈ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ പറ, ഈ സൈഡ് 2ഉം ഈ സൈഡ് 1ഉം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മുടെ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ് മക്കളെ? ഈ സൈഡ് എത്ര? 2. ബേസ് 1 മീറ്റർ ആണ്. അപ്പോൾ താഴെ 1 മീറ്റർ ആണ്. ബേസ് 1 മീറ്റർ ആണ്. ഇനി ഈ സൈഡാണ് 2 മീറ്റർ. അതുകൊണ്ട് ഈ സൈഡ് എത്ര? 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പറ, ഈ ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കൂട്ടണം. നിങ്ങൾക്കറിയാം ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നു. ABC എന്ന് പേര് കൊടുത്താൽ നിങ്ങൾക്ക് പറയാം BC² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്യണം. BC² എന്ന് പറഞ്ഞാൽ എത്ര വരും? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അങ്ങനെയാണെങ്കിൽ BCയുടെ സ്ക്വയർ എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. അവിടെ നിന്ന് BCS കിട്ടും. √5 എന്ന വാല്യൂ കിട്ടും. എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ സൈഡ് എത്ര? √5. ആ സൈഡ് √5 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് ഇപ്പറയും √5, ഇവിടെയും √5, ഇവിടെയും √5. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പരപ്പളവ് ഏരിയ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? √5 × √5 വരുമെന്ന് ചിന്തിക്കുക. √5 × √5 എന്ന് പറഞ്ഞാൽ വെറും 5 ആണ്. ഇവിടുത്തെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. therefore ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 5 മീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന 5 മീറ്റർ സ്ക്വയർ ആകുന്നു. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം എന്ന് പറഞ്ഞാൽ 3 ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ √2. √2-നെക്കാട്ടിയും വലുതും √3-യെക്കാട്ടിയും ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻ എഴുതാം. മീൻസ് √2-ന്റെ ഇടയിലുള്ള സംഖ്യകൾ എവിടം വരെ? √3. കണ്ട, ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു 3 ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് ഇങ്ങനെ കിടന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കറിയാം √2-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 ആണ്. എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെ എനിക്ക് ഇങ്ങനെ എഴുതാം, 1.414 എന്നെഴുതാം. അത് കണക്ക് √3-യുടെ വാല്യൂ എത്രയാണ്? 1.732 എന്ന് ഞാൻ എഴുതുന്നു. ഇനി നിങ്ങൾ കണ്ടുപിടിക്കാം. 1.732 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇതെത്രയാണ്? 1.4 കിടക്കും. അപ്പം തൊട്ടടുത്ത സംഖ്യ നിങ്ങൾക്ക് പറയാൻ പറ്റും 1.5. സംശയമുണ്ടോ? 1.6 എനിക്ക് എഴുതിക്കൂടെ? ഉറപ്പായിട്ടും എഴുതാനായിട്ട് നമുക്ക് പറ്റും. 1.6 വരെ എഴുതാം. അത് കണക്ക് 1.7ഉം എഴുതിക്കൂടെ? ഇത് നോക്ക്, 1.732 എന്ന് പറയുമ്പോൾ 700 ഒക്കെ കഴിഞ്ഞിട്ടാണ് 732 വരുന്നത്. 1.4 കഴിഞ്ഞിട്ട് തന്നെയാണ് 1.5. 1.5 കഴിഞ്ഞ് 1.6ഉം 1.7ഉം. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം നോക്കൂ മക്കളെ, ഭിന്നസംഖ്യ എഴുതാനാണ് ചോദ്യം. ചോദ്യം എന്താണ്? ഫ്രാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്ത് ഫോമാ? ഡെസിമൽ ആണ്, ദശാംശമാണ്. ഇങ്ങനെ എഴുതാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല, നമുക്ക് ഫ്രാക്ഷനിലാക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫ്രാക്ഷൻ ആക്കും പറ? 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 15/10 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ 1.5 എപ്പോഴാണ് ഉണ്ടാവുന്നത്? 15നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കണം. ഈ 15നെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 10നെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ആ ഫ്രാക്ഷനെ ചെറുതാക്കി പറയാം, 3/2 എന്ന് വരും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടി മക്കളെ. ആ 1.4നും 1.732 ഇതിനും ഇടയിലുള്ള ഒരു ഫ്രാക്ഷനാണ് 3/2. സെറ്റായി. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് കാണുന്നുണ്ടല്ലോ. അടുത്തത് നമ്മൾ ചെയ്യുന്നു 1.6 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് 16/10 എന്ന് എഴുതാൻ പറ്റും.
16ലും 10ലും അടങ്ങുന്ന ഒരു സംഖ്യ ഉണ്ട് 2, സെറ്റാണ്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 16ന്റെ പകുതി 8, 10ന്റെ പകുതി 5 എന്ന് പറയുമ്പോൾ മറ്റൊരു ഫ്രാക്ഷൻ, ഈ രണ്ട് സംഖ്യക്കിടയിലുള്ള മറ്റൊരു ഫ്രാക്ഷനാണ് 8/5. ഇനി മറ്റൊരു ഫ്രാക്ഷൻ എഴുതുന്നു, ഏതാണ്? 1.7. 1.7 എന്ന് പറഞ്ഞാൽ ഏതാണ്? 17/10 എന്ന് തന്നെ എഴുതാൻ പറ്റും. അതിനെ ഇനി ചെറുതാക്കാനും നോക്കൂല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് സംഖ്യകൾക്ക് ഇടയിൽ വരുന്ന ആ 3 ഫ്രാക്ഷൻ ഏതൊക്കെയാ? 3/2, 8/5, 17/10. തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഇതാ ഇവിടെ വരച്ചു. എന്താ പറഞ്ഞേക്കുന്നത്? ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ. എന്താ പറഞ്ഞേക്കുന്നത്? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡാണല്ലോ ഹൈപ്പോട്ടിന്യൂസ്, അല്ലെങ്കിൽ എന്താ മലയാളം? കർണം എന്ന് പറയുന്നത്. ആ കർണം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് വൺ ഓഫ് ദ അതർ സൈഡ്, മറ്റൊരു സൈഡ്, ഏത് സൈഡോ ആവും, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഏത് സൈഡാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക, അതിലൊന്നും കാര്യമില്ല. പറഞ്ഞിട്ടുണ്ട് എത്ര? 1/2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. എന്തോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇതാണ്ട് ഈ 3 വശവും കൂടെ കൂട്ടുന്നതാണ് മക്കളെ പെരിമീറ്റർ. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സൈഡാണ്, അല്ലെങ്കിൽ ABC-യിലെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? AC എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ പെരിമീറ്റർ കിട്ടൂ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, AB + BC + എന്ത് ചെയ്യണം? AC ചെയ്യണം. കണ്ടോ? പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഈ 3 സൈഡിലൂടെ കൂട്ടണം. അതിലാരില്ല? AC ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം? നിങ്ങൾക്ക് ഞാൻ ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിലേ പഠിപ്പിച്ച് വെച്ചേക്കുക. ഇതാ ഈ നീളം കൂടിയ സൈഡ് അല്ലാത്ത ഏത് സൈഡ് കണ്ടുപിടിക്കാൻ നേരത്തും കുറയ്ക്കണം. അങ്ങനെ പഠിച്ചത് ഓർമ്മയുണ്ടോ? കുറയ്ക്കണം എന്ന് പഠിച്ചത് എന്ന് പറയുമ്പോൾ AC² കണ്ടുപിടിക്കാനായിട്ട് കുറയ്ക്കണം. ആരൊക്കെ തമ്മിൽ കുറയ്ക്കണം? നിങ്ങൾ പറ. ഈ 1.5യുടെ സ്ക്വയറും അത് കണക്കാരും കൂടെ കുറയ്ക്കണം. 1/2യുടെ സ്ക്വയറും തമ്മിൽ കുറയ്ക്കണം. സെറ്റാണ്. ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഏത് സൈഡ് കണ്ടുപിടിക്കാൻ? ഈ സൈഡ്. ഓർമ്മയുണ്ട ഇക്വേഷനൊക്കെ നമ്മൾ 1ാമത്തെ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ട് പഠിച്ചേ പറ്റൂ. ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 1.5. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്കറിയാം. നോക്ക്, 2ഉം 1 കൂടെ ഗുണിക്കുമല്ലേ? 2ഉം 1 കൂടെ ഗുണിച്ച് 2 × 1 ചെയ്താൽ 2, അതിൻ്റെ കൂടെ 1 കൂട്ടിയ 3. അങ്ങനെ നമുക്ക് ഈ 1.5 പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതും? 3/2. അപ്പോൾ എങ്ങനെയാണ് ഈ 3 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 2ഉം ഈ 1ഉം കൂടെ എന്ത് ചെയ്യും? ഗുണിക്കും. 2 1 2, അതിനോട് ഈ മേലത്തെ 1 കൂട്ടും. അങ്ങനെ 3/2 അല്ലെങ്കിൽ 3ന്റെ പകുതി തന്നെയാണ് 1.5. അപ്പോൾ ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതി കൂടെ. അപ്പോൾ നമുക്ക് എഴുതാം AC² = 3/2. എളുപ്പമാർഗ്ഗമാണേ പറയുന്നത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന 1.5 നമ്മൾ എന്തെന്ന് എഴുതി? 3/2. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു സ്ക്വയർ ഉണ്ട്, കളയല്ലേ? മൈനസ്. അപ്പുറത്താര? 1/2ന്റെ സ്ക്വയർ. സെറ്റാണ്. ഇനി അടുത്ത വരിയിൽ നമുക്ക് എഴുതാം AC² പറ 3ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം ആദ്യമേ. 3ന്റെ സ്ക്വയർ എത്ര? 9/. ഇനി പറ 2ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ എത്ര? 4. മൈനസ്. പറ 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ എത്ര? 1/. 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പോൾ നമുക്ക് കിട്ടി AC² എന്ത് ചെയ്യണം? ഇവർ തമ്മിൽ കുറയ്ക്കണം. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇവിടെയും 4 ഇവിടെയും 4 തന്നെ. അപ്പം മുകൾ തമ്മിൽ കുറച്ചാൽ മതി. 9ൽ നിന്ന് 1 കുറയ്ക്കണം. 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പം നമുക്ക് കിട്ടും എന്ത്? 8/4 എന്ന ഉത്തരം കിട്ടും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം AC² എത്ര? 2 എന്ന ഉത്തരം കിട്ടും. സംശയത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 2. അവിടെ നിന്ന് AC പറ മക്കളെ. AC എന്ന് പറയുമ്പോൾ ഉത്തരം √2 എന്ന വാല്യൂ കിട്ടും. അത്രയും എന്താണ്? മീറ്ററിലാണ് കിട്ടുന്നത് കേട്ടല്ല. AC എത്ര വരും? √2 മീറ്റർ. ഓക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് ഞാൻ എഴുതുന്നു √2 മീറ്റർ ആണ്. ഇനി ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തുവാ? പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ആദ്യം AB എത്ര? AB എത്ര? 1/2. അപ്പൊ 1/2 പ്ലസ് BC എത്ര? 1.5 നിങ്ങൾക്കറിയാം. പ്ലസ് AC എത്ര? ഇപ്പം കിട്ടി. AC എത്ര? √2. AC എത്ര? √2. ഇത്രയും കൂട്ടണം. ഓക്കെ. 1/2യും
ഇതിനെ എങ്ങനെ എഴുതാം? ദാണ്ട് ഇത് അരയാണെന്ന് നിങ്ങൾക്കറിയാം. പ്ലസ് ഇതിനെ നമ്മൾ ഇപ്പോൾ പഠിച്ചു കളി 1.5 നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് പഠിച്ചത്. ദാണ്ട് 3/2. 1.5 എങ്ങനെ എഴുതും? 3/2 അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. പ്ലസ് √2. ഇനി നോക്ക്, ദാണ്ട് ഡിവൈഡഡ് ബൈ 2 ആണ്, ഇവിടെയും ഡിവൈഡ് ബൈ 2. രണ്ടിടത്ത് ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ ഈ മുകളിലത്തെ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഉത്തരം എത്ര? 4/2 പ്ലസ് √2 എന്ന് വരും. 4/2 എത്ര? 2. 2 പ്ലസ് √2 എന്ന് വരും. 2 പ്ലസ് √2 ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ നേരത്തെ ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ പോലും ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. 2 പ്ലസ് √2ന്റെ വാല്യൂ എത്ര? 1.414 ആണെന്നറിയാം. അപ്പൊ എങ്ങനെയാ കൂട്ടുന്നത്? 2.000 എന്ന് എഴുതും, പ്ലസ് 1.414 എന്ന് എഴുതും. ഉത്തരം 4 1 4, ഉത്തരം 3.414 എന്ന് ഉത്തരം കിട്ടും. ഇത്രയും എന്തിലാ കിട്ടിയത് മക്കളെ? മീറ്ററിലാണ് കിട്ടിയത്. നോട്ട് ദ പോയിന്റ്. ഉത്തരം വന്നത് എന്തിലാണ്? മീറ്റർ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും അത് എഴുതി വെച്ചിട്ട് അങ്ങ് പോകും, ഉത്തരം തെറ്റായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ട അപ് ടു എ സെന്റിമീറ്റർ. അപ്പൊ പെരിമീറ്റർ കൃത്യമായി സെന്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിലാണ്? സെന്റിമീറ്ററിൽ കണ്ടുപിടിക്കണം. അപ്പൊ ഈ കിട്ടിയത് എന്താണ്? മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, നിങ്ങൾക്ക് എന്നെ അറിയാം എന്ന് പറയുന്നത് കണ്ട 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്ററാണ്. 2 മീറ്റർ എത്ര? 200 സെന്റിമീറ്റർ. അപ്പം എന്താ ഈ പറയുന്ന മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾ പറയാതെ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. നോക്ക്, ഒന്നിനെ എന്ത് ഗുണിച്ചു? ഇവിടെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. സെയിം കൺസെപ്റ്റ്. ഈ കിട്ടിയ ഉത്തരത്തിന് 3.414നെ എന്തുമായി ഗുണിക്കണം? 100മായി ഗുണിക്കണം. അപ്പോൾ ഉത്തരം 341.4 എന്ത് വരും? സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും കേട്ടോ. ഞാൻ കൃത്യ വാല്യൂ ആണ് എടുത്തത്. ചിലവർക്കൊക്കെ ചിലപ്പോൾ ഈ 0.4 കളയും. പക്ഷെ ഞാൻ എടുത്ത വാല്യൂല് √2ന്റെ വാല്യൂ എന്തെന്ന് എടുത്തേക്കുന്നത് നോക്കും മക്കളെ? 1.414 ആണ് കേട്ടോ. ഈ 4 എടുത്തില്ലെങ്കിൽ ഇവിടെ ഈ 4 കാണൂല കേട്ടോ. അതിലൊന്നും ആർക്കും ഡൗട്ട് വേണ്ട. ഉത്തരം എന്ന് പറയുന്നത് 100മായിട്ട് ഗുണിക്കാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് 2 വട്ടം ചാടി ദാ ഇവിടെ വരും. അങ്ങനെയാണ് ഇവിടെ പോയിന്റ് വന്നത്. സെറ്റാണ്. അപ്പോൾ ഉത്തരം 341.4 സെന്റിമീറ്റർ ആണ് ഈ ത്രികോണത്തിന്റെ എന്ത്? ചുറ്റളവ്. ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ദ പിക്ചർ ബിലോ, ഈ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്ന് വെച്ചാൽ എന്തോ മക്കളെ? എന്തോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ വശവും തുല്യമായിട്ടുള്ള ത്രികോണമായിരുന്നു ഈ കൊടുത്തിരിക്കുന്നത്. ഇതല്ല, ഇതിനകത്ത് എന്തോ ഒരു മുറിവ് സംഭവിച്ചുകൊണ്ട് കട്ട് ഇൻറ്റു 2 ട്രയാങ്കിൾ. അപ്പൊ ഇതൊരു വലിയ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു. ഉണ്ടായിരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇതുപോലെ ആയിരുന്നിരിക്കണം. അപ്പൊ എന്തോ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത നോക്ക്. ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്തോ? ഇവിടെ 2 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 മീറ്റർ ആയിരിക്കും, താഴെയും 2 മീറ്റർ ആയിരിക്കും. ഇതുപോലൊരു ത്രികോണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ത്രികോണത്തിന് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് എത്ര ത്രികോണങ്ങളാക്കി? 2 എണ്ണമാക്കി. അതാണ് ഈ ആദ്യത്തെ വരി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ദാണ്ട് ഈ ഒരു കഷ്ണത്തിന്റെ പെരിമീറ്റർ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ ചുമന്നയിൽ വരച്ചേക്കുന്നുണ്ടോ? ആ കഷണത്തിന്റെ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടല്ലോ. നമുക്ക് ആ കഷ്ണം കണ്ടാൽ മതി. ഈ 2 മീറ്റർ ആയിരുന്നതിനെ കറക്റ്റ് നടുക്കൂടെ മുറിച്ചേക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര മീറ്റർ ആണ്? 1 മീറ്റർ അല്ലയോ? സെറ്റ് അല്ലയോ? അപ്പൊ ഈ ത്രികോണത്തിന് ദാണ്ട് ഇവിടെ 2 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 1 മീറ്റർ കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇവിടുത്തെ ഡിഗ്രി എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇത് മുറിച്ചപ്പോൾ എന്തായാലും നേരെ അല്ലേ മുറിച്ചേക്കുന്നത്. അപ്പൊ 90 ഡിഗ്രി അല്ലയോ? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ഒരു മട്ടത്രികോണമല്ലേ? സെറ്റല്ലേ? മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് കിട്ടൂലേ? നമുക്കത് പഠിക്കാം. അപ്പോൾ നമ്മുടെ മുറിച്ച് കിട്ടിയ ട്രയാങ്കിൾ ദാണ്ട് ഈ മുറിഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. നമുക്ക് താഴെ എന്ത് കിട്ടി? 1 മീറ്റർ. എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ ഇത് 2 മീറ്റർ ആണ്. അത് പകുതി മുറിച്ചതുകൊണ്ട് ഇത് 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബി സിയും കൂടെ കണ്ടുപിടിച്ചാലല്ലേ പെരിമീറ്റർ എനിക്ക് എഴുതാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ഈ ബി സി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്കറിയാം. ബി സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ബി സി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി സിയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നീളം കൂടിയ സൈഡ് അല്ലല്ലോ അത്. നീളം കൂടിയാണെങ്കിൽ കൂട്ടണം, ബാക്കി 2 കേസിലും കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 2ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ബി സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4ൽ നിന്ന് 1 കുറയ്ക്കണം. 2ന്റെ സ്ക്വയർ 4 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ബി സി സ്ക്വയർ സമം നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. അവിടെ നിന്ന് ബി സി എത്ര എന്ന് ചോദിച്ചാൽ
√3 എന്തിനാണ് തന്നേക്കുന്നത്? മീറ്റർ. √3 മീറ്റർ. അപ്പൊ ബി സിയുടെ നീളം കിട്ടി. എന്ത്? ബി സിയുടെ നീളം കിട്ടി √3 മീറ്റർ. ഇനി എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്. അപ്പം പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, ഞാൻ കൊടുത്ത ട്രയാങ്കിളിന്റെ പേരെന്ന് പറയുന്നത് ABC ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ABC എന്ന് എടുക്കുന്നു. അത് കണ്ടുപിടിക്കാൻ എന്താ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്തൊക്കെ ചെയ്യണം മക്കളെ? ഇതാ ഈ 3 സൈഡും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. 2 1 √3. അപ്പൊ എന്തൊക്കെ തമ്മിൽ 2 + 1 + √3 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ 2 ഒന്നുകൂടെ കൂട്ടി എത്ര? 3. 2 ഒന്നുകൂടെ കൂട്ടി 3 + √3. അത് നിങ്ങൾക്കറിയാം. 3 + എത്ര? 1.732 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ എഴുതാം? 4.732. കണ്ടോ? എന്ത് ചെയ്താൽ മതി? ഈ 3ഉം ഈ 1ഉം കൂടെ കൂട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ 4 കിട്ടും. ബാക്കി അതുപോലെ. അത്രയും എന്തിൽ കിട്ടും? മീറ്റർ ആയിരിക്കും ഉത്തരം. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 4.732 മീറ്റർ ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ഈ ഒരു കഷ്ണത്തിന്റെ ചുറ്റളവ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. മുഴുവൻ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്നാണ് ചോദ്യം. മുഴുവൻ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ വലിയ ത്രികോണം ഞാൻ ആദ്യം വരച്ചു കാണിച്ചില്ലോ, ഇനി അത് ഓർക്കണം. ആ മുഴുവൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കൂലേ? ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഇതായിരിക്കൂലേ? ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മുഴുവൻ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഹോൾ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 + 2 + 2 ആയിരിക്കും. എന്ന് പറയുമ്പോൾ എത്ര? 2 4 6 മീറ്റർ ആയിരുന്നു മുഴുവൻ ത്രികോണത്തിൻ്റെത്. അങ്ങനെയാണ് ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയായിരുന്നു? നമുക്ക് കിട്ടിയല്ലോ. ആ ത്രികോണത്തിന്റെ എത്രയാണ്? 4.732 ആയിരുന്നു. അപ്പൊ ആ മുഴുവൻ ത്രികോണവും ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ കുറച്ച ഉത്തരം എത്രയാ? 6.000 എന്ന് എഴുതാ. കുറയ്ക്കുക. 4.732 എന്ന് എഴുതുക. എന്നിട്ട് കടം കൊടുക്കൂന്നറിയാം. ഇത് എത്രയും മാറും? 10. ഇത് 9. ഇത് 9 ആവും. പക്ഷെ ഇത് എത്ര ആവും? 5 ആയിട്ട് മാറും. 10 2 കുറച്ചാൽ 8. 9 ആവുമ്പോൾ 6. 9 2 പോയിന്റ് എത്ര വരും? 1.268 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഏതൊക്കെ ത്രികോണങ്ങൾ തമ്മിൽ? ഈ മുഴുവൻ ത്രികോണവും ഈ കഷ്ണവും തമ്മിലുള്ള ചുറ്റളവിലെ വ്യത്യാസം എത്രത്തോളം കുറവുണ്ട്? 1.268ന്റെ കുറവുണ്ട്. തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ആദ്യമേ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ട് അടുത്ത ട്രയാങ്കിളിന്റെ ബേസ് 1 മീറ്റർ കൂട്ടി പുതിയൊരു ത്രികോണം ഉണ്ടായി. പിന്നെയും എന്ത് ചെയ്തു? 1 മീറ്റർ നീട്ടി പുതിയൊരു ത്രികോണം. അങ്ങനെ പോകുന്ന ത്രികോണത്തിലെ 10ാമത്തെ ത്രികോണത്തിൽ, ഇത് എത്രാമത്തെ? ഇത് 1ാമത്തെ, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ, ഇത് 4ാമത്തെ, അങ്ങനെ പോയി 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാണ്. അപ്പൊ എത്രാമത്തെ ത്രികോണത്തിന് കണ്ടുപിടിക്കണം? 10ാമത്തെ. ഈ പടത്തിൽ എത്ര എണ്ണേ ഉള്ളൂ? 1 2 3 4 എണ്ണേ ഉള്ളൂ. ഇത് കണക്ക് 10ാമത്തെ ത്രികോണത്തിന്റെ വശം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ ട്രയാങ്കിൾ 1നെ കുറിച്ച് എഴുതാണ്ട്. ഇതാണ് നമ്മുടെ 1ാമത്തെ ത്രികോണം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ട്രയാങ്കിൾ 1 എന്ന് ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ്. 1ാമത്തെ ത്രികോണം ട്രയാങ്കിൾ 1. അതിനെ കുറിച്ച് പറ. അതിന്റെ ബേസ് എത്ര? അതിരിക്കുന്ന പാദം, മലയാളം മീഡിയം എഴുതിക്കോണം. പാദം കണ്ടോ? ഈ ത്രികോണത്തിന്റെ പാദമാണ് 1 മീറ്റർ. അപ്പൊ ബേസ് എത്ര എന്ന് ഞാൻ എഴുതുന്നു? 1 മീറ്റർ. സംശയമൊന്നുമില്ലല്ലോ. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം എത്ര ആയിരുന്നു? ഓൾട്ടിറ്റ്യൂഡ് എത്ര നിങ്ങൾ നോക്കിയാണ് മക്കളെ? ഓൾട്ടിറ്റ്യൂഡ് എത്ര? 1 മീറ്റർ. നിങ്ങൾക്കറിയാം. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. അപ്പൊ 1ാമത്തെ ത്രികോണത്തിന്റെ ഉയരം എത്രയായിരുന്നു? 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടും? നിങ്ങൾക്കറിയാം. ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ചരിഞ്ഞ നീളം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് കൂട്ടണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള 1² + 1² ചെയ്യണം. എന്ന് പറയുമ്പോൾ 1 + 1 വരും, അല്ലെങ്കിൽ 2 വരും. അവിടെ നിന്ന് വെറും ഹൈപ്പോട്ടിന്യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ പറ, ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടും എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. √2 വരും. അപ്പോൾ ഈ ചരിഞ്ഞ സൈഡ് എത്ര വരും? √2. കണ്ടോ? അതാണ് 1ാമത്തെ ട്രയാങ്കിളിന്റെ ഒരു സൈഡും കൂടെ കിട്ടി. ഈ സൈഡ് എത്ര വന്നു? √2. സെറ്റാണ്. അപ്പൊ ആ ചരിഞ്ഞ സൈഡ് എത്ര വന്നു? √2. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ 2 എഴുതാം. ഇതാണല്ലോ 2ാമത്തെ ത്രികോണം. 2ാമത്തെ ത്രികോണം കണ്ടല്ലോ. ഏതാണ് 2ാമത്തെ ത്രികോണം? സംശയമൊന്നും വേണ്ട. ഇതാണ് 2ാമത്തെ ത്രികോണം.
അപ്പോൾ ഞാൻ ഹെഡിങ് കൊടുക്കുന്നു ട്രയാങ്കിൾ 2 കൂടെ ഒന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവും. ട്രയാങ്കിൾ 2ൻ്റെ കാര്യത്തിലും ബേസ് കൂട്ടുന്നത് എപ്പോഴും എത്ര തന്നെയാണ്, അതിൻ്റെ പാദം എത്ര കൂട്ടുന്നത് മക്കളെ? ഈ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെയും പാദം എത്ര തന്നെയാണ്? 1 മീറ്റർ. മൂന്നാമത്തെ ത്രികോണത്തിൻ്റെയും പാദം എത്ര തന്നെ? 1 മീറ്റർ. നാലാമത്തെ ത്രികോണത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ പാദം എപ്പോഴും 1 മീറ്റർ. അപ്പോൾ ബേസുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ത്രികോണത്തിന്റെ ബേസ് എത്രയായിരിക്കും? നിങ്ങൾ പറ, ബേസ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ 10 ഞാൻ എഴുതുന്നു, ഒരു സംശയവും ഇല്ലാതെ എഴുതുന്നു. ട്രയാങ്കിൾ 10ാമത്തതിൻ്റെയും ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 1 മീറ്റർ. ഒരു സംശയമില്ല. എന്തുകൊണ്ടാ? ഇതുമൊന്ന്, ഇതൊന്ന്. അപ്പോൾ 10ാമത്തവൻ്റെ എത്ര തന്നെ ആയിരിക്കും? 1. സെറ്റാക്കി വെച്ചേ. ഇനി പറ മക്കളെ, ഇനി അടുത്തത് എന്തുവാ? ആൾട്ടിറ്റ്യൂഡ്. ഇതാണല്ലോ ആ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഉയരം. കണ്ടോ, രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഉയരം ഇതല്ലയോ? അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഉയരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് നമുക്ക് കൊടുക്കാം. ആൾട്ടിറ്റ്യൂഡ് എത്ര? √2 മീറ്റർ ആണ്. എത്രയാണ്? √2. ഇതാ നോക്കൂ മക്കളെ, ഒന്നാമത്തെ ത്രികോണത്തിൻ്റെത് 1 മീറ്റർ ആയിരുന്നു. രണ്ടാമത്തേലെത്തിയപ്പോൾ അത് എത്രയായി? √2 ആയിട്ട് മാറി. അങ്ങനെ ഈ മൂന്നാമത്തെ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ √3. നാലാമത്തെ എത്രയായിരിക്കും? √4 അല്ലെങ്കിൽ 2. അങ്ങനെ പോകും. നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ 2ന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ഈ ചരിഞ്ഞ ദൂരം കണ്ടുപിടിച്ചെടുത്താണ്ട് ഈ വശം എത്ര നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നോക്കതാണ്ട് ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഏറ്റവും നീളം കൂടിയ സൈഡ് ഇതായിരിക്കും. രണ്ടാമത്തെ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ പറ, എന്തോ നമുക്ക് കണ്ടുപിടിക്കേണ്ട? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? √2ന്റെ സ്ക്വയറിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1ന്റെ സ്ക്വയർ കൂട്ടണം. കണ്ടല്ലോ, ഈ സൈഡ് എത്ര? √2 ആണ്. എത്രയാണ്? √2. ഈ സൈഡ് എത്ര? 1. അപ്പോൾ എന്താണ്? √2ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര? √2ന്റെ സ്ക്വയറിന് 2 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും? √3 ആണ് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എത്ര വരും? വെറും ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? √3 വരും. അപ്പോൾ ഈ സൈഡ് എത്ര? √3. സെറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ പറ. എപ്പോഴും ഏതൊരു ട്രയാങ്കിളിൻ്റെ ബേസ് അത് തന്നെ. ഒന്നാമത്തെ ട്രയാങ്കിളിൽ 1 എന്ന് എഴുതുവാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൽ 2 എന്ന് വരും. അങ്ങനെയാണ്. ഇത് √1 ആണ്. √1ന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഡൗട്ടൊന്നും വേണ്ട. ഇത് √1 തന്നെ. √1 തന്നെയാണ് 1. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ആയപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ അവിടെ എന്താ വന്നേക്കുന്നത്? √2 എന്നാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറ, 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? √10 മീറ്റർ എന്ന് വരും. സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? √10. ഉണ്ട്. അതിൻ്റെ അകത്ത് 10. ഏത് 10? ട്രയാങ്കിൾ 10 ആയതുകൊണ്ട് അകത്ത് 10. ഓക്കെയാണ്. ഇവിടെ നോക്ക്, രണ്ടാമത്തെ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് എത്ര? 2. ഒന്നാമത്തെ ട്രയാങ്കിൾ ആണെങ്കിൽ √1 തന്നെ. √1 തന്നെ 1 തന്നെ. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് കിടക്കുന്നത്. ഡൗട്ട് വേണ്ട. √1 തന്നെ. √1ന്റെ വാല്യൂ 1 ആണ് കേട്ടോ. സെറ്റാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 10ാമത്തെ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ആ ചരിഞ്ഞ ദൂരം എത്രയായിരിക്കും? 10ാമത്തെ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടണം? 1ന്റെ സ്ക്വയർ കൂട്ടണം. എത്ര കിട്ടും? √10ന്റെ സ്ക്വയർ 10. 10 + 1 എന്ന് പറയുമ്പോൾ 11. 11 എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 11. അങ്ങനെയാണെങ്കിൽ പറ, ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും? ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √11 ആണ് കിട്ടുന്നത്. ഹൈപ്പോട്ടന്യൂസ് √11 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പടത്തിനകത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബേസ് 1 മീറ്റർ, ഓൾട്ടിറ്റ്യൂഡ് എത്ര തന്നെ? √10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്ര? √11 മീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഹൗ മച്ച് മോർ ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാറ്റ് ഓഫ് ദ 9th ട്രയാങ്കിൾ? 10ാമത്തെ ട്രയാങ്കിളും 9ാമത്തെ ത്രികോണവും തമ്മിലുള്ള ചുറ്റളവുകളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. 10ാമത്തെ ചുറ്റളവും 9ാമത്തെ ചുറ്റളവും വേണം. ഇവർ തമ്മിൽ കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പറ, 9ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. ഈ പടവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് 9ാമത്തെ ട്രയാങ്കിൾ. ഇത് 2, 3, 4 അങ്ങനെ എത്രാമത്തെ ട്രയാങ്കിൾ? 9ാമത്തെ ട്രയാങ്കിളും 10ാമത്തെ ട്രയാങ്കിളും. അപ്പോൾ 9ാമത്തെ ട്രയാങ്കിൾ എഴുതാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. എപ്പോഴും ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും ബേസ് എത്ര തന്നെയാണ്? ബേസ് എത്ര തന്നെയാണ്? 1 മീറ്റർ. എപ്പോഴും എത്ര തന്നെയായിരുന്നു? 1 മീറ്റർ. കണ്ടല്ലോ, ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടതാ. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ബേസ് 1 തന്നെ, രണ്ടാമത്തേൻ്റെ അത് തന്നെ, മൂന്നാമത്തേൻ്റെ അത് തന്നെ, നാലാമത്തേൻ്റെ അത് തന്നെ. അതുകൊണ്ട് 9ാമത്തെ ട്രയാങ്കിളിൻ്റെ ബേസ് എത്ര തന്നെ? 1 മീറ്റർ.
ഇനി രണ്ടാമത്തെ കാര്യവും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? √1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്ര? രണ്ടാമത്തെ √2. അങ്ങനെയാണെങ്കിൽ ഒമ്പതാമത്തെ എത്ര എന്ന് ചോദിച്ചാൽ √9 ആയിരിക്കും. √9 വാല്യൂ നിങ്ങൾക്കറിയാം എത്രയാണ്? 3 മീറ്റർ ആയിരിക്കും കേട്ടോ. √9 അറിയാമല്ലോ, 3 × 3 ആണ് 9. അതുകൊണ്ട് √9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതുകൊണ്ട് 3 മീറ്റർ. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 3ന്റെ സ്ക്വയറിന്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂട്ടണം. അറിയാലോ, 3ന്റെ സ്ക്വയർ എത്ര? 9. 9 + 1 ആയിരിക്കും. എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. അല്ലെങ്കിൽ വെറും ഹൈപ്പോട്ടിന്യൂസ് ചോദിച്ചാൽ, വെറും ഹൈപ്പോട്ടിന്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ റൂട്ട് ഇടണം. അതുകൊണ്ട് ഒമ്പതാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര എന്ന് ചോദിച്ചാൽ √10 മീറ്റർ ആയിരിക്കും. എത്ര ആയിരിക്കും? √10 മീറ്റർ. സെറ്റാണ്. അപ്പോൾ പത്താമത്തെ ട്രയാങ്കിൾ 10ന്റെ ബേസ് എത്ര എന്ന് ചോദിച്ചാൽ എത്ര തന്നെ? 1 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ദാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എത്ര? √10 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എത്ര? √10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതിനകത്ത് ഹൈപ്പോട്ടിന്യൂസ് എത്ര? √11 മീറ്റർ. ഹൈപ്പോട്ടിന്യൂസ് എത്ര? √11 മീറ്റർ ആണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ പെരിമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പെരിമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1 + √10 + √11 എന്ന് എഴുതാൻ പറ്റും. പെരിമീറ്റർ എത്ര? അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതും, ഈ ഒൻപതാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നമുക്ക് എഴുതാനുള്ളത്. അതാണ് ചോദ്യം. നോക്ക്, 10ാമത്തെ ത്രികോണത്തിനും 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? കുറച്ച് നോക്കണം. അപ്പോൾ 9ാമത്തതും 10ാമത്തെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 10ാമത്തതല്ലേ വലുത്. അപ്പോൾ 10ാമത്തെയും 9ാമത്തെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എഴുതാൻ പോവുകയാണ്. പെരിമീറ്റർ അപ്പം 10ാമത്തെയാണ് 1 + √10 + √11 എന്നാണ് പെരിമീറ്റർ. മൈനസ്, കണ്ടോ, ഇതാണോ 10ാമത്തെ. അതിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് കുറയ്ക്കണം. ഏതിൻ്റെത്? ഇതാ ഈ 9ാമത്തേൻ്റെത്. അപ്പോൾ എത്ര വരും? +3 + √10 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കുന്നത് കൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കാതിരിക്കുക. +√10 + √11 എന്ന് എഴുതാം. മൈനസ് ഓഫ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, 1 3 കൂടെ കൂട്ടി എത്ര എഴുതാം? 4 എന്ന് എഴുതാം. അപ്പം എന്ത് വരും? 4 + √10 എന്ന് എഴുതാം. ഇനി അടുത്ത വരി നമുക്ക് ബ്രാക്കറ്റ് തുറക്കാം. അപ്പോൾ 1 + √10 + √11 അതുപോലെ തന്നെ -4 എന്നെഴുതി. -√10 എന്നുള്ള ചേഞ്ചസ് വരും. കണ്ടോ, ബ്രാക്കറ്റ് മാറ്റാൻ നേരത്തെ ഈ പ്ലസ് എന്തായി മാറും? മൈനസ്. ഇനി ഒരുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് +√10ഉം ഇതെന്തോ -√10 ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാണ്ട് ഈ +√10ഉം -√10ഉം എന്ത് ചെയ്തു? വെട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്തായി പോവും? 0. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അടുത്ത വരിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ 1 ഉണ്ട്, അവിടെ ഒരു -4 ഉണ്ട്, +√11 ഉണ്ട്. കണ്ടല്ലോ, ശ്രദ്ധിക്കണം. ഈ 1 ദാണ്ട് എഴുതി, ദാണ്ട് ഇവിടെ ഒരു -4 ഉണ്ട്, അതെടുത്ത് എഴുതി. ദാണ്ട് ഇവിടെ ഒരു +11 ഉണ്ടായിരുന്നു, അത് +√11ഉം എടുത്തെഴുതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? -3. 1 -4ന്റെ ഉത്തരം -3 + √11 ആണ്. ഇത് തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? √11 -3 എന്ന് വരും. സെറ്റാണ്, സംശയമൊന്നുമില്ല. ഇത് എങ്ങനെ വന്നു എന്നാണ്ട്, ഇത് -3 ആണ്, അതുകൊണ്ട് തിരിച്ചെഴുതിയേ ഉള്ളൂ. ഇത്രയും എന്ത് മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 10ാമത്തതിൻ്റെയും 9ാമത്തതിൻ്റെയും പെരിമീറ്റർ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും എന്ന് വെച്ചാൽ √11 - 3 കിട്ടും. സെറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? കണ്ടോ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് ABC എന്ന് പേര് കൊടുത്താൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? BC ആണ്. ഇതാണല്ലോ അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ്. ഇത് കണ്ടുപിടിക്കണം. എന്ന് കണ്ടുപിടിക്കാൻ നേരത്ത് പറയുന്നു പെർപെൻഡിക്കുലർ സൈഡ് √2ഉം √3 ആണ്. എന്താണ് ഈ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ? അപ്പോൾ എന്താണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ലംബവശങ്ങൾ. ആ ലംബവശങ്ങൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് √3ഉം ഒരു സൈഡ് √2ഉം ആണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാനാണ് ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻ. സെറ്റാണ്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ പറ, BCയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം √3ന്റെ സ്ക്വയറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? √2ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? കുറയ്ക്കണോ കൂട്ടണോ? കൂട്ടണം കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് പ്ലസ് വന്നു എന്ന് ചോദിച്ചാൽ നീളം കൂടിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണ്, മറക്കല്ലേ. ഇനി പറ, √3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വെറും 3 ആവും, പ്ലസ് √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വെറും 2 ആവും. ഇതൊക്കെ പഠിപ്പിച്ച √3ന്റെ സ്ക്വയർ എന്ന് √3 × √3 3 ആവും എന്നൊക്കെ. BC സ്ക്വയർ സമം ഇപ്പം എന്ത് വരും? BC സ്ക്വയർ സമം 5 എന്ന് ഉത്തരം വരും. അവിടുന്ന് BC എന്ന് പറയുന്ന വാല്യൂ √5 എന്ന് കിട്ടും. എന്ത് വരും? √5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂ എത്ര? √5. കഴിഞ്ഞില്ല. ഇനി ബാക്കി ഒരു ചോദ്യമുണ്ട്. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ദാൻ ദ ഹൈപ്പോട്ടിന്യൂസ്?
ഹൈപ്പോട്ടന്യൂസും ഇവർ തമ്മിൽ കൂട്ടിയാലുള്ള ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നൊരു ചോദ്യവും കൂടെ ഉണ്ട്. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് വെച്ചാൽ എന്തോ പെർപെൻഡിക്കുലർ സൈഡിന്റെ കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്താ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും √3 പ്ലസ് √2 കൂട്ടണം എന്ന് പറയുമ്പോൾ 1.732ന്റെ കൂടെ എന്ത് കൂട്ടണം 1.414 കൂട്ടണം. അപ്പോൾ കൂട്ട 1.732 പ്ലസ് 1.414 കൂട്ടുകയാണ്. അപ്പോൾ ഉത്തരം എത്ര വരും? 2 4 6 4 7 4 11 ഇഷ്ടമൊന്ന് ഉത്തരം 3.146 കിട്ടും. അത്രയും എന്ത് സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ ഈ രണ്ട് വശം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതും ഈ രണ്ട് വശം കൂട്ടുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 3.146 കുറയ്ക്കണം √5. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്ലാസ്സുകൾക്കായി ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക.